ആദരണീയനായ ഡോക്ടർ മുനീർ സാഹിബ്, ഇന്ന് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം, ഈ സെമിനാറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുഖ്യാതിഥി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത പണ്ഡിതനും പ്രാസംഗികനും MP-യുമായ ശ്രീ അബ്ദുൽ സമദ് സമദാനി, ശ്രീ PV അബ്ദുൽ വഹാബ് MP, ശ്രീ P അബ്ദുൽ ഹമീദ് MLA അവർകൾ, ശ്രീമതി MK റഫീഖ മാഡം, ഡോക്ടർ റഷീദ് അഹമ്മദ്, ഡോക്ടർ VP സക്കീർ ഹുസൈൻ, ഡോക്ടർ ഹബീബുള്ള, ഡോക്ടർ D രവികുമാർ, ഡോക്ടർ മോഹൻ ഗോപാൽ, അഡ്വക്കേറ്റ് P കുൽസു, PK നവാസ്, ഡോക്ടർ അൻവർ അമീൻ, ഡോക്ടർ ഖാദർ പലാഴി. ഞാൻ എൻ്റെ പരിചയക്കുറവ് കൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വേദിയിലിരിക്കുന്ന എല്ലാ സദസ്സിലുമിരിക്കുന്ന എല്ലാ ആദരണീയരായ വ്യക്തികൾക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഞാൻ ഈ സെമിനാറിലേക്ക് സ്വാഗതം പറയുന്നു. ഇന്ത്യ ഒരു വൈവിധ്യത്തിൻ്റെ നാടാണ്. നമുക്ക് ജാതി മത വ്യത്യാസങ്ങളുണ്ട്, ഭാഷാപരമായ വ്യത്യാസങ്ങളുണ്ട്, സാംസ്കാരികമായ വ്യത്യാസങ്ങളുണ്ട്, ഭൂമിശാസ്ത്രപരമായി തന്നെ വളരെയധികം വ്യത്യസ്തമായി കിടക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായി പോലും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് വ്യത്യസ്തമായ അനുഭവങ്ങൾ ശീലിച്ചു പോന്ന വ്യക്തികളുടെ ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഒരു ഇന്ത്യ ഇന്ന് ഏകമായി, ഈ നാനാത്വത്തിൽ ഒരു ഏകത്വമായി ഇന്ത്യ എന്നൊരു മഹാപ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ആന്തരികമായ ഊർജത്തെയും ശക്തിയെയും എല്ലാമാണ് കാണിക്കുന്നത്. ഇന്ത്യ ഒരുപക്ഷെ സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് വളരെയേറെ അത്ഭുതകരമായ ഒരു അനുഭവം ആയിരിക്കും. കാരണം അത്രയേറെ വൈവിധ്യങ്ങൾ വളരെ മനോഹരമായി സമ്മേളിച്ച വളരെ സുന്ദരമായ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഞാനൊരു സോഷ്യോളജി സ്റ്റുഡൻ്റ് അല്ല, ഞാനൊരു കെമിസ്ട്രി വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ ഈ സൊല്യൂഷൻ കെമിസ്ട്രിയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മളിതിൻ്റെ കംപ്ലീറ്റ് തെർമോഡൈനാമിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യും. ഇപ്പം നമ്മൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഉപ്പ്, ഈ സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും കൂടിയിട്ട് ഇങ്ങനെ എടുത്ത് നിരത്തി വച്ചിരിക്കുകയാണ്. ഇത് നിലനിൽക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുമ്പോൾ അതിൽ വലിയ ഒരു സുഖമുണ്ട്. ഒരു പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യുന്നു. പൊട്ടൻഷ്യൽ എനർജി അങ്ങനെ കുറഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ക്രിസ്റ്റൽ നിലനിൽക്കുന്നത്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും കൂടിയാണ്. ഇപ്പോൾ ഈ രണ്ട് ക്ലോറൈഡ് അയോൺസ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? വികർഷണമാണ്, ആകർഷണമല്ല, വികർഷണമാണ്. സോഡിയം അയോൺസ് തമ്മിലും എന്താണ്? വികർഷണമാണ്. പക്ഷേ ഈ സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും അതിമനോഹരമായി പാക്ക് ചെയ്ത് ഈ ആകർഷണത്തിൻ്റെ ഇതിലാണ് നമ്മളത് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയും അതൊരു ഒരു സന്തുലനാവസ്ഥയാണ്. ശരിക്കും ഊർജത്തിൻ്റെ ഒരു സന്തുലനാവസ്ഥയാണ് നമ്മൾ ഈ ഒരു ഫോർമേഷൻ. ഇതേ സോഡിയം ക്ലോറൈഡ് നമ്മളെടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോഡിയം അയോൺസ് ഇതിൻ്റെ ചുറ്റും വെള്ളത്തിൻ്റെ തന്മാത്രകൾ വന്ന് പൊതിയുന്നു. ക്ലോറൈഡ് അയോൺസിന് വെള്ളത്തിൻ്റെ തന്മാത്രകൾ വന്ന് കൃത്യമായിട്ട് അതിൻ്റെ ചുറ്റും വന്ന് പൊതിയുകയും ഈ ചാർജ് ബാലൻസ് കൊണ്ടുവരികയും ചെയ്യുന്നു പറയും. കുറച്ച് കഴിഞ്ഞാൽ ഈ സോഡിയം അയോണിന് അറിയില്ല
അപ്പുറത്തൊരു ക്ലോറൈഡ് അയോൺ ഉണ്ടെന്നോ ഇപ്പുറത്തൊരു സോഡിയം അയോൺ വേറൊരു സോഡിയം അയോൺ ഉണ്ടെന്നോ അറിയില്ല. കാരണം എന്താണ്? അതിനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഈ വെള്ളം നമ്മൾ വീണ്ടും ചൂടാക്കി ആവിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തു പറ്റും? അപ്പം നമ്മൾ ഈ സൊല്യൂഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിൻ്റെ ഗുണമുള്ള വെള്ളമാണ് പിന്നെ കിട്ടുന്നത്, അല്ലേ? നമ്മൾ ഉപ്പ് ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ഗുണമുള്ള ജലമാണ് കിട്ടുന്നത്. അതിമനോഹരമായ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പറയും. ഈ രണ്ട് സൊല്യൂഷൻസ് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിതൊക്കെ ഈ കെമിസ്ട്രി എന്തിനാണ് ഇവിടെ വന്ന് പറയുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അത് എനിക്ക് വളരെ മനോഹരമായി തോന്നിയത്, നമ്മുടെ ഈ എല്ലാം നമുക്ക് വിവരിക്കുവാൻ ഈ സൊല്യൂഷൻ കെമിസ്ട്രി മതി. ശരി, നമ്മളിനി എടുത്ത് രണ്ട് വ്യത്യസ്തമായ ലിക്വിഡ്സ് തന്നെ എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. രണ്ടെണ്ണം നമ്മൾ മിക്സ് ചെയ്ത് വാട്ടർ, അസറ്റോനൈട്രലൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ സൊല്യൂഷൻ കിട്ടും. നമുക്ക് തോന്നുന്നത് ഇത് വളരെ ക്ലിയർ ആണെന്ന് തോന്നും, ഒരേ സൊല്യൂഷനാണ് നമുക്ക് തോന്നുക. പക്ഷേ ഇതിനകത്തേക്ക് നമ്മൾ പോകുമ്പോൾ ദർ ഈസ് എ മൈക്രോസ്കോപ്പിക് ഹെട്രോജനിറ്റി എന്ന് പറയും. നമ്മൾ വളരെ മൈക്രോസ്കോപ്പിക്കായി നോക്കിക്കഴിഞ്ഞാൽ, ആഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വൈവിധ്യങ്ങളുണ്ട്. ഒരു സ്ഥലത്തിരിക്കുന്നത് പോലെയല്ല മറ്റൊരു സ്ഥലത്തിരിക്കുന്നത്. ഇതൊക്കെ തമ്മിൽ ഒരേ തരത്തിലുള്ള ഇൻ്ററാക്ഷൻസ് അല്ല, വ്യത്യസ്തമായ ഇൻ്ററാക്ഷൻസാണ്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു എനർജി ഉണ്ട്, ഊർജ്ജമുണ്ട്. നമ്മൾ ടെമ്പറേച്ചർ, താപനില വെച്ച് നമുക്ക് വേണമെങ്കിൽ അത് മിശ്രിക്കാം. ഇതെല്ലാം കൂടി ഒരു കൃത്യമായ ഒരു അളവിലും രൂപത്തിലും വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന സൊല്യൂഷൻസൊക്കെ അതേപോലെ നിൽക്കുന്നത്. നമ്മളിതിൻ്റെ താപനില ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെല്ലെ കാണാൻ ഒരു ക്ലൗഡ് പോയിൻ്റ് ഫോം ചെയ്യുന്നതാണ്. അവിടെ ഈ വ്യത്യസ്തതകളൊക്കെ വീണ്ടും പുറത്തേക്ക് വരും. അപ്പോൾ ഈ സോഷ്യോളജിയിൽ ഞാൻ മനോഹരമായൊരു സിസ്റ്റമാണ് ഇന്ത്യ എന്ന് നമ്മൾ പറയാനുള്ള കാരണം, ഇത്രയേറെ വ്യത്യസ്തതകളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഇത്ര മനോഹരമായി വളരെ ക്ലാരിറ്റിയോടുകൂടിയൊരു സമൂഹം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ഈ സാംസ്കാരികമായുള്ളൊരു സമന്വയം, വളരെ വളരെ ഉയർന്ന തലത്തിലുള്ളൊരു സമന്വയം നമ്മൾക്ക് ഏകീകരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. ആ സമന്വയം വളരെ ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് അതൊരു സന്തുലനാവസ്ഥയാണ്, ശരി, ഒരു ഡൈനാമിക് സിസ്റ്റമാണ് ശരിക്കും. ആ ഡൈനാമിക് സിസ്റ്റത്തെ നമുക്ക് എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇന്ത്യ എന്ന മഹാസങ്കല്പത്തിൻ്റെ അതിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഒരു ഉത്തരവാദിത്വമാണ്. ഇന്ന് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിൽ നമ്മൾ കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന ഈ ചെയർ, CH മുഹമ്മദ് കോയ ചെയർ നടത്തുന്ന ഈ സാംസ്കാരികമായ ഒരു സമ്മേളനത്തെ, അതുപോലെ തന്നെ ഈ ഒരു സെമിനാർ ഓൺ ഗ്രേ ഏരിയാസ് ഓഫ് കോണ്ടംപററി ഇന്ത്യ, ഞാൻ ഈ ഗ്രേ ഏരിയ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഈ കെമിസ്ട്രി ഇവിടെ പറഞ്ഞു പോയത്. കാരണം വളരെ വളരെ ചെറിയ മാറ്റങ്ങൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ ഒരു ഇന്ത്യ പിന്നെ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ വളരെ ചെറിയ മാറ്റങ്ങൾ മതി നമുക്ക് ഈ സിസ്റ്റത്തിനെ ഒരു ഈക്വിലിബ്രിയം പോയിൻ്റിൽ നിന്ന് വളരെയധികം ഡിസ്റ്റർബ് ചെയ്ത് പുറത്തു കൊണ്ടുപോകാൻ. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ നമ്മളെല്ലാവരും വളരെ വാച്ച്ഫുള്ളായിരിക്കണം. നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇന്ത്യ എന്ന ഈ മഹാസങ്കല്പത്തെ, ഭാരതമെന്ന വലിയൊരു സാംസ്കാരിക പൈതൃകമുള്ള ഒരു നമ്മുടെ ഈ ദേശത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഇന്ന് ഈ സെമിനാർ വലിയ വലിയ ഇൻസൈറ്റ്സ് നൽകുമെന്ന് ഉറപ്പാണ്. കാരണം ഇവിടെ അതിപ്രഗത്ഭരായ ഒരുപാട് പ്രാസംഗികർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, പലരും എത്തിച്ചേരാനുണ്ട്. ഐ എം ഷുവർ ദാറ്റ് ദർ വിൽ ബി എ വെരി റിച്ച് ഡിസ്കഷൻ ആൻഡ് ഡെലിഗേഷൻ ഓൺ ദിസ്. എല്ലാ ആശംസകളും നേരുന്നു ഈ സെമിനാറിന്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.